പല്ലിൽ വരുന്ന വേദനകൾ വിട്ടുമാറാണ്ടാവുക, ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുക, അപ്പോഴാണ് സാധാരണ ഡെൻറ്റിസ്റ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഒരു പല്ലിന് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യമേ ഉണ്ടാകുന്ന ചെറിയ വേദനകളും പുളിപ്പുകളൊക്കെ ചെറിയ ഫില്ലിങ്ങുകളിൽ നിർത്താവുന്നതാണ്. എന്നാൽ വേദന വിട്ടുമാറാണ്ടാവുമ്പോൾ ആകെ ചെയ്യാവുന്ന ചികിത്സ ഒന്നല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക, അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പല്ലുകൾ പൊതുവെ കേടുമൂലമാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ കേടുവന്ന ഭാഗം തുറന്ന് നീക്കി ക്ലീൻ ചെയ്തതിന് ശേഷം പല്ലിൻ്റെ വേരുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മജ്ജ അല്ലെങ്കിൽ ഞരമ്പിലേക്ക് കടക്കുകയാണ്. ഇൻഫെക്ഷൻ വന്ന ആ ഞരമ്പിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മരുന്ന് വെച്ച് ഫിൽ ചെയ്യുകയാണ്. അപ്പോൾ പല്ല് പൊതുവെ ഡെഡായിരിക്കും, എന്നാൽ നമുക്ക് ഫങ്ഷണലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾക്ക് എല്ലാ ഡെൻറ്റിസ്റ്റുകളും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്യുക എന്നുള്ളത്. പേഷ്യൻറ്റിൻ്റെ പല്ല് ഓൾറെഡി ജീർണിച്ച് അതിന് ബലക്ഷയം സംഭവിച്ചിരിക്കും. പിന്നെ ഈ വേര് ചികിത്സ ചെയ്യാനായിട്ട് ഡെൻറ്റിസ്റ്റും അതിൽ ഒരു ഓട്ട തുളച്ച് ആണ് ചെയ്യുന്നത്. ബ്ലഡ് സപ്ലൈ ഇല്ലാണ്ടാവുകയാണ് ഈ ഞരമ്പ് നീക്കം ചെയ്യുന്നതോടുകൂടി. അപ്പോൾ പല്ല് കാലക്രമേണ ബലക്ഷയം കൂടിക്കൂടി വന്ന് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ടോട്ടലി സേഫാണ്, പിന്നീട് അതിനൊന്നും സംഭവിക്കുന്നില്ല. നല്ല രീതിയിൽ ഒരു ചെയ്ത റൂട്ട് കനാലും ക്യാപ്പുമാണെങ്കിൽ ലൈഫ് ലോങ് അത് നിൽക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം ചെറുതായിട്ടൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അത് ഫ്ലോസ് ചെയ്യുക, റെഗുലറായിട്ട് ബ്രഷ് ചെയ്യുക, ഭക്ഷണത്തിന് ശേഷം ഗാർഗിൾ ചെയ്യുക, അതൊക്കെ ചെയ്താൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടേതായ പല്ല് തന്നെ നിലനിർത്താൻ സാധിക്കുന്നു. പാൽപ്പല്ലിൽ ഇൻഫെക്ഷൻ വന്ന കൊച്ചുകുട്ടികൾ തൊട്ട് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സിസ്റ്റമിക് ഡിസീസസ് ഉള്ള അല്ലെങ്കിൽ കാർഡിയക് കണ്ടീഷൻസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, സ്ട്രോക്ക് വന്ന ആൾക്കാർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർ, ബ്ലഡ് തിന്നിങ് മരുന്നുകൾ കഴിക്കുന്നവർ, രക്തം കട്ട പിടിക്കാണ്ടിരിക്കാൻ ഉള്ള മരുന്ന് കഴിക്കുന്നവർ, ഇവർക്കെല്ലാം എക്സ്ട്രാക്ഷൻ ഒരു കോൺട്രാൻഡിക്കേഷൻ ആയിരിക്കും. പക്ഷേ റൂട്ട് കനാൽ ചെയ്യാൻ അത് ഒരു തടസ്സമല്ല. അപ്പോൾ നമുക്കതിൽ സേഫായിട്ട് ചെയ്യാം. പേഷ്യൻസിന് ലെസ് ട്രോമാറ്റിക് ആണ്. സർജിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല, രക്തം നഷ്ടപ്പെടുന്നില്ല, പല്ല് നിലനിർത്താൻ സാധിക്കുന്നു. അത് നമുക്ക് ചവയ്ക്കാനും ചിരിക്കാനും എല്ലാത്തിനും ഉപകരിക്കുന്നു. നമ്മുടെ പല്ലുകളുടെ നിര തെറ്റുന്നില്ല. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഗേറ്റ് വേ ടു ദ ഹ്യൂമൻ ബോഡി എന്ന് പറയാവുന്നതാണ് മൗത്തിന്. അതിലത്തെ മെയിൻ സാധനങ്ങളാണ് പല്ലുകൾ. ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പൊതുവേ ഉണ്ടാകുന്നത്, മുന്നിലെ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കും. ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അണപ്പല്ലുകൾ പോയാൽ ചവയ്ക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ഇത് നിലനിർത്തുന്നതുകൊണ്ട് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നു.